അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് ഇതൊക്കെ ആയിരുന്നു. എന്താണ് ഐട്രേഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് PL/SQL ഏതൊക്കെയാണ് ഐട്രേഷൻ സ്ട്രക്ചേഴ്സ് എന്നുള്ളത് നോക്കിയത്. അതുപോലെ തന്നെ പിന്നെ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ലൂപ്പ് നോക്കി ലൂപ്പ് വെച്ചിട്ട് അറേ വെച്ചിട്ട് എങ്ങനെ ലൂപ്പ് ഇത് ചെയ്യാന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി, കണ്ടിന്യൂ, ഡിക്ലെയർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ നോക്കി, എക്സിറ്റ്. അപ്പോൾ ഫോർ ലൂപ്പ് നോക്കി, നെസ്റ്റഡ് ഫോർ ലൂപ്പ്, അതുപോലെ വൈൽ സിമ്പിൾ ലൂപ്പ്, ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PL/SQL ലോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ a log is a mechanism that prevents destructive interaction between two simultaneous transactions or sessions trying to access the same database object. അതായത് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവെൻഷൻ മെത്തേഡാണ് എന്ത് ലോക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് destructive interaction between two simultaneous transactions or sessions trying to access the same database object. അതായത് ലോക്ക് മെക്കാനിസം എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റിനെ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് ആൾക്കാർ ഒരേ സമയം ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അതിന് പ്രിവെൻഷൻ കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ലോക്ക് എന്നുള്ള മെക്കാനിസം PL/SQL കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും പറയാം. ലോക്ക് ഇസ് എ മെക്കാനിസം ദാറ്റ് പ്രിവെൻറ്റ്സ് ഡിസ്ട്രക്റ്റീവ് ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ടു സൈമൾട്ടേനിയസ് ട്രാൻസാക്ഷൻ ഓർ സെഷൻ ട്രൈയിങ് ടു ആക്സസ് ദ സെയിം ഡാറ്റാബേസ് ഒബ്ജക്റ്റ്. അതായത് സെയിം ഡാറ്റാബേസ് ഒബ്ജക്റ്റിനെ രണ്ട് സെക്ഷനിൽ ആക്സസ് ചെയ്യുന്നത് സെയിം ഡാറ്റാബേസ് ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസം പറഞ്ഞ പേരാണെന്ത് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എ ലോക്ക് ക്യാൻ ബി അച്ചീവ്ഡ് ഇൻ 2 ways. രണ്ട് രീതിയിൽ നമുക്ക് ലോക്ക് അച്ചീവ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇംപ്ലിസിറ്റ് ലോക്കിംഗ് ഓർ എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ്. രണ്ട് ടൈപ്പിലാണ് നമുക്ക് ലോക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുക. ഒന്ന് ഇംപ്ലിസിറ്റ് ലോക്കിംഗ്, രണ്ടാമത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ്. ഇംപ്ലിസിറ്റ് ലോക്കിംഗ് നമ്മൾ ഒരുപാട് പഠിച്ചതായിരിക്കും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലോക്കിംഗ്, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ലോക്കിങ്. ഈ രണ്ട് ടൈപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ലോക്കിനെ അച്ചീവ് ചെയ്യാൻ പറ്റുക. പിന്നെ അതിൽ പറഞ്ഞത് സെഷൻ റിമൈൻസ് ഇൻ എ വെയിറ്റിംഗ് സ്റ്റേറ്റ് അണ്ടിൽ വൺ ഓഫ് ദ സെഷൻ ഇസ് ഐദർ കമ്മിറ്റഡ് ഓർ റോൾഡ് ബാക്ക്. അതായത് ഈ ലോക്ക് രണ്ട് സെഷൻ ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, ഒരു സെഷൻ അല്ലെങ്കിൽ ആ ഒരു സെഷൻ റിലീസ് ചെയ്യുന്നത് വരെ മറ്റേ സെഷൻ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഇതാണ് എന്ത് ലോക്കിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ലോക്ക് ഈസ് ഹെൽഡ് അണ്ടിൽ ദ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ്. ദിസ് ഈസ് റെഫർ ടു ഡാറ്റ കൺകറൻസി. അതായത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണവരുന്ന എന്ത് ചെയ്യും, ആ ഡാറ്റാബേസ് ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും, ഇപ്പം എന്താണെങ്കിലും അതിനെന്ത് ചെയ്യും, ലോക്ക് എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്ത് വെക്കും. ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലോക്കിൻ്റെ ഹോൾഡ് റിലീസ് ആവുള്ളൂ. ഇതിന് പറയുന്ന പേരാണ് ഡാറ്റ കൺകറൻസി. അപ്പോൾ ഈ ഒരു ഫീച്ചറിന് പറയുന്നത് ഡാറ്റ കൺകറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോക്ക് ആർ മെക്കാനിസം യൂസ്ഡ് ടു എൻഷുർ ഡാറ്റ ഇൻറ്റഗ്രിറ്റി. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് റിപ്പീറ്റേഷൻ, അതായത് ഒരു പ്രോപ്പർ വർക്കിംഗ് ഓഫ് മെത്തേഡിനാണ് ഇൻറ്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോക്ക് ആർ മെക്കാനിസം യൂസ്ഡ് ടു എൻഷുർ ഡാറ്റ integrity. The Oracle engine automatically locks table data while executing SQL statements like select, insert, update, delete. ഈ ഇതിലൊക്കെയാണ് എന്ത് ലോക്കിൻ്റെ വർക്കിംഗ് വരില്ല. സെലക്റ്റിൽ, ഇൻസേർട്ട്, അപ്ഡേറ്റ്, ക്രിയേറ്റും ഇൻസേർട്ടിൽ എന്തുണ്ടാവില്ല, ലോക്ക് ഉണ്ടാവില്ല. ലോക്ക് വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെലക്ട്, രണ്ടാമത്തെ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഇതിനൊക്കെയാണ് എന്തുണ്ടാവുക, ലോക്ക് ഉണ്ടാവുക. ഇതിനൊക്കെ ഡയറക്റ്റ് പറഞ്ഞ പേരാണ് ഇംപ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലോക്ക്. ടൈപ്പ് ഓഫ്, നേരത്തെ നമ്മൾ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ്
എന്ത് ലോക്കിനെ കോൾ ചെയ്യുക. ഒന്ന് ഇംപ്ലിസിറ്റ് ലോക്സും രണ്ടാമത്തെ എക്സ്പ്ലിസിറ്റ് ലോക്സും. ഈ രണ്ട് മെത്തേഡിലാണ് നമ്മൾ എന്തെങ്കിലും ലോക്കിനെ കോൾ ചെയ്യല്. പക്ഷെ ഈ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്പ് ലോക്ക് ഉണ്ട്. ലോക്സ് there are 2 types of locks. One is shared lock and another one is exclusive lock. ഫസ്റ്റ് നമുക്ക് എന്താ ഷെയർഡ് ലോക്ക് നോക്കാം. ഷെയർഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് ലോക്സ് ആർ പ്ലേസ്ഡ് ഓൺ resources whenever a read option is performed. അതായത് ഷെയർഡ് ലോക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡ് ഓപ്പറേഷൻ, അതായത് റീഡ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസിന് റീഡ് ചെയ്യുമ്പോൾ നോർമലി ആയിട്ട് എന്താണ് സെലക്ട് കമാൻഡ്. അപ്പോൾ സെലക്ട് കമാൻഡ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ പെർഫോം ചെയ്യുന്ന ആക്ഷനാണ് എന്ത് ഷെയർഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഷെയർഡ് ലോക്ക് ആർ പ്ലേസ്ഡ് ഓൺ റിസോഴ്സസ് വെനെവർ എ റീഡ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ്. അതായത് ഒരു സെലക്ട്, ഇപ്പോൾ സെലക്ട് സ്റ്റാർട്ട് ഫ്രം കസ്റ്റമേഴ്സ് നമ്മൾ ഒരു കോൾ ചെയ്യണം, അപ്പോൾ അതിൽ സെലക്ട് ഉണ്ട് അല്ലേ, അങ്ങനത്തെ സെലക്റ്റിലാണ് എന്ത് ഷെയർഡ് ലോക്ക് യൂസ് ചെയ്ത്. മൾട്ടിപ്പിൾ ഷെയർഡ് ലോക്സ് ക്യാൻ ബി സൈമൾട്ടേനിയസ്ലി സെറ്റ് ഓൺ എ റിസോഴ്സ്. ഒരു റിസോഴ്സിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, മൾട്ടിപ്പിൾ ഷെയർഡ് ലോക്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഇത് എങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, അപ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഇസ് എക്സ്ക്ലൂസീവ് ലോക്ക്. Exclusive locks are placed on resources whenever writing operation, insert, update and delete. അതായത് എക്സ്ക്ലൂസീവ് ലോക്ക് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. ഈ 3 ഇതിലാണ് എന്ത് എക്സ്ക്ലൂസീവ് ലോക്ക് വർക്ക് ചെയ്യല്. ഫസ്റ്റ് ഷെയർഡ് ലോക്ക് ഇതിലാണ് വർക്ക് ചെയ്യല്, സെലക്ട് കമാൻഡിലാണ് എന്ത് ചെയ്യല് ഷെയർഡ് ലോക്ക് വർക്ക് ചെയ്യല്. എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് എന്നുള്ള ഓപ്പറേഷൻസിലാണ് എന്ത് എക്സ്ക്ലൂസീവ് ലോക്ക് വർക്ക് ചെയ്യുന്നത്. ഓൺലി വൺ എക്സ്ക്ലൂസീവ് ലോക്ക് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ എ റിസോഴ്സ് അറ്റ് എ ടൈം. അതായത് നമ്മൾ എന്തെങ്കിലും ഷെയർഡ് ലോക്കിൽ പറഞ്ഞത് ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നമുക്ക് മൾട്ടിപ്പിൾ ഷെയർഡ് ലോക്സ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പക്ഷേ ഇൻ കേസ് ഓഫ് എക്സ്ക്ലൂസീവ് ലോക്കിലോട്ട് വരുമ്പോൾ അറ്റ് എ ടൈം ഒരു റിസോഴ്സിൽ അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ലോക്കേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. The first user, that is the first user who acquires an exclusive lock will continue to have the sole ownership of the resource and other exclusive lock on the resource. അതായത് ഒരാൾ ഹോൾഡ് ചെയ്ത് വെച്ച ലോക്കിൽ വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണെന്ത് ഇപ്പോൾ ലോക്ക് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ലോക്കാണ് ഉള്ളത്. ഒന്ന് ഷെയർഡ് ലോക്കും രണ്ടാമത് എക്സ്ക്ലൂസീവ് ലോക്കും. ഫസ്റ്റ് വൺ ഷെയർഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് റീഡ് ഓപ്പറേഷൻ, അതായത് സെലക്ട് കമാൻഡ് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലോക്കാണ് എന്ത് ഷെയർഡ് ലോക്ക്. ഒരു ടേബിളിൽ റിസോഴ്സ് എന്ന് പറഞ്ഞ ടേബിളായിരിക്കും. ഒരു ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യുക ഷെയർഡ് ലോക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പക്ഷേ എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻസ്, റൈറ്റ് ഓപ്പറേഷൻസ്, അത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ്. മറ്റേത് റീഡാണ്, ഇത് റൈറ്റ് ചെയ്യാണ്. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റിലൊക്കെ നടക്കുന്ന ഇതാണ് എന്ത് എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞാൽ. എക്സ്ക്ലൂസീവ് ലോക്കിൻ്റെ പ്രത്യേകത ഒരു റിസോഴ്സിൽ അറ്റ് എ ടൈമിൽ ഒരു ലോക്കേ പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് ലോക്സ് മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി അടുത്ത ലോക്സ് എന്ന് പറഞ്ഞാൽ ഈ ലോക്സിന് എന്തൊരു 3 ടൈപ്പ് ഓഫ് ലെവലുണ്ട്. അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ റോ ലെവൽ, രണ്ടാമത് പേജ് ലെവൽ, മൂന്നാമത്തത് ടേബിൾ ലെവൽ. റോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ വർക്ക് ക്ലോസ് ഇവാലുവേറ്റ്സ് ടു ഓൺലി 1 റോ ഇൻ ദ ടേബിൾ എ റോ ലെവൽ ലോക്ക് ഇസ് യൂസ്ഡ്. റോ ലെവൽ ലോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർക്ക് ക്ലോസ് ഉണ്ടെങ്കിൽ ഒരു റോയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് റോ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത് പേജ് ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ വർക്ക് ക്ലോസ് ഇവാലുവേറ്റ്സ് ടു എ സെറ്റ് ഓഫ് ഡാറ്റ എ പേജ് ലെവൽ ലോക്ക് ഇസ് യൂസ്ഡ്. അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റയിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പേജ് ലെവൽ ലോക്കിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പർട്ടിക്കുലർ റോക്ക് മാത്രമേ എന്ത് ചെയ്യാം, വർക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റോക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റോക്ക് മാത്രം നമുക്ക് എന്ത് ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് എന്ത് റോ ലെവൽ ലോക്കിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത് പേജ് ലെവൽ ലോക്കിംഗ്. പേജ് ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റ, അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലുള്ള ഡാറ്റാസിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പേജ് ലെവൽ ലോക്ക് എന്ന് പറഞ്ഞാൽ. അതായത് വർക്ക് ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ഡാറ്റക്ക് ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പേജ് ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ. റോ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്,
ഇഫ് ദ വേർ ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റോക്ക് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് റോ ലെവൽ ലോക്കിംഗ്. റോ ലെവൽ, പേജ് ലെവൽ ലോക്കിംഗ്, അടുത്ത് ടേബിൾ ലെവൽ ലോക്കിംഗ്. ഇഫ് ദർ ഇസ് നോ വേർ ക്ലോസ് ദ query access the entire table. ടേബിൾ ലെവൽ ലോക്ക് ഈസ് യൂസ്ഡ്. അതായത് വേർ ക്ലോസ് ഇല്ല, ഒരു മൊത്തം ഒരു ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ എന്ന് പറഞ്ഞാൽ വേർ ക്ലോസ് ഒന്നും ഇല്ല, എന്താണ് മൊത്തത്തിലുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ആ എൻ്റയർ ടേബിളിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ടേബിൾ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നോക്ക് 3 ലെവൽ ഓഫ് ഇതാ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റോ ലെവൽ ലോക്കിംഗ്, രണ്ടാമത് പേജ് ലെവൽ ലോക്കിംഗ്, മൂന്നാമത് ടേബിൾ ലെവൽ ലോക്കിംഗ്. റോ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഒരു പർട്ടിക്കുലർ റോനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോഴ്സിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് റോ ലെവൽ ലോക്കിംഗ്. പേജ് ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വേർ ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പേജ് ലെവൽ ലോക്കിംഗ് എന്ന് പറയുന്നത്. ടേബിൾ ലെവൽ ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വേർ ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നത് ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു ക്വറി എൻ്റെ ഒരു ടേബിൾ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ടേബിളിനെ മൊത്തത്തിൽ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ടേബിൾ ലെവൽ ലോക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് മൂന്ന് ലെവൽ ഓഫ് ലോക്സ് മനസ്സിലായി ചോദിക്കണം. എന്ത് സംശയം ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അടുത്തതായിട്ട് പറഞ്ഞത് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിർജീവമായ അവസ്ഥ, അതിനാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡെഡ് ലോക്ക് ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സാധനത്തിന് 2 ആൾ ആക്സസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാൾ ആക്സസ് ചെയ്ത് റിലീസ് ചെയ്തിട്ടില്ല, മറ്റേ ആൾ ആക്സസ് ചെയ്തിട്ടുണ്ട്, അയാൾ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ റിസോഴ്സ് എന്താണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല എന്നുള്ള അവസ്ഥ അറിയില്ല. അതാണ് എന്ത് ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് 2 ഡാറ്റാബേസ് ഓപ്പറേഷൻ വെയിറ്റ് ഫോർ ഈച്ച് അതർ ടു റിലീസ് എ ലോക്ക്. അതായത് 2 ആൾക്കാരും ഒരു സെയിം ഒബ്ജക്റ്റിനായിരിക്കും ആക്സസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഫസ്റ്റത്തെ ആൾ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ആളെ കയ്യിലായിരിക്കും, രണ്ടാമത്തെ ആൾ നോക്കുമ്പോൾ ആ ഒബ്ജക്റ്റ് ഫസ്റ്റത്തെ ആളെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ 2 ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആൾ റിലീസ് ചെയ്യട്ടെ വെയിറ്റ് ചെയ്തിരിക്കും, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ആൾ റിലീസ് ചെയ്യട്ടെ എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കും. ഈ സിറ്റുവേഷനാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള എന്താ, ഇനി ഡെഡ് ലോക്ക് 2 ഡാറ്റാബേസ് ഓപ്പറേഷൻ വെയിറ്റ് ഫോർ ഈച്ച് അതർ ടു റിലീസ് എ ലോക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. A deadlock occurs when two users have a lock on each on a separate object and they want to acquire a lock on each other's object. When this happens, the first user has to wait for the second user to release. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഒരു സിറ്റുവേഷനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷനാണ് ഇതിന് മുമ്പത്തെ പോയിന്റ് പറഞ്ഞത്. A deadlock occurs when 2 users have a lock each on separate subject and they want to acquire a lock on each other subject. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് യൂസർ ഹാസ് ടു വെയിറ്റ് ഫോർ ദ സെക്കൻഡ് യൂസർ ടു റിലീസ് ദ ലോക്ക്. അതായത് ഫസ്റ്റത്തെ ആൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ ആൾ റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കും. ബട്ട് ദ സെക്കൻഡ് യൂസർ വിൽ നോട്ട് റിലീസ് ഇറ്റ് അണ്ടിൽ ദ ലോക്ക് ഓൺ ദ ഫസ്റ്റ് യൂസേഴ്സ് ഒബ്ജക്റ്റ് ഇസ് ഫ്രീഡ്. അതായത് ഫസ്റ്റ് യൂസർ എന്ത് ചെയ്യുന്ന ഒബ്ജക്റ്റ് റിലീവ് ചെയ്യണ സെക്കൻഡ് യൂസർ എന്ത് ചെയ്യും, കാത്തു നിൽക്കും. അറ്റ് ദിസ് പോയിന്റ് ബോത്ത് ദ യൂസേഴ്സ് ആർ അറ്റ് ആൻ ഇംപാസ് ആൻഡ് കനോട്ട് പ്രൊസീഡ് വിത്ത് ദെയർ ബിസിനസ്. അതായത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ വർക്കിംഗ് എന്താവില്ല, കംപ്ലീറ്റ് ആവില്ല, അത് അവിടെ പകുതിക്ക് വെച്ചിട്ട് സ്റ്റക്ക് ആവും. ഇൻ സച്ച് എ കേസ് ഒറാക്കിൾ ഡിറ്റക്ട്സ് ദ ഡെഡ് ലോക്ക് ഓട്ടോമാറ്റിക്കലി ആൻഡ് സോൾവ്സ് ദ പ്രോബ്ലം അബോട്ടിങ് 1 of 2 ട്രാൻസാക്ഷൻ. ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ SQL എന്താക്കും, ഡെഡ് ലോക്ക് എന്നുള്ള സിറ്റുവേഷൻ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിനെ ക്യാൻസൽ ചെയ്തിട്ട് 2 ട്രാൻസാക്ഷനും നടത്തി കൊടുക്കും. ഇതാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 2 ഡാറ്റാബേസ് ഓപ്പറേഷൻ, അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഡാറ്റാബേസ് ഓപ്പറേഷൻ നമുക്ക് അപ്ഡേറ്റ് നോക്കാം. 2 അപ്ഡേറ്റ് ഉണ്ട്, ഒരു ടാബ്, 2 വ്യക്തികളുടെ ഒരു ടാബിലുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ യൂസർ എന്ത് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തു ആ ടേബിളിലോട്ട്, എന്നിട്ട് എന്താ ലോക്കാക്കി എടുത്ത് വെച്ചു. രണ്ടാമത്തെ യൂസർ എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ അയാൾക്ക് കിട്ടുന്നില്ല, കാരണം അത് ഓൾറെഡി ലോക്കിലായതുകൊണ്ട് കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്കൻഡ് യൂസർ എന്ത് ചെയ്യും, ഫസ്റ്റത്തെ ആൾ റിലീസ് ചെയ്യാൻ വേണ്ടി കുറേ നേരം കാത്തുകൊണ്ടിരിക്കും. പക്ഷെ ഫസ്റ്റത്തെ ആൾ എന്താണ് റിലീസ് ചെയ്യുന്നുണ്ടാവില്ല. അതായത് സെക്കൻഡ് യൂസർ അയാളായിരിക്കും, സെക്കൻഡ് യൂസറിൻ്റെ കയ്യിലാണ് ഈ ഒബ്ജക്റ്റ് ഉള്ളത്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ ഒറാക്കിളിൻ്റെ SQLൻ്റെ എഞ്ചിൻ എന്ത് ചെയ്യും, ഡെഡ് ലോക്ക് എന്നുള്ള
സിറ്റുവേഷനിലേക്ക് കൊടുത്തിട്ട് അതിനെന്ത് ചെയ്യും, സോൾവ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യും. എന്നിട്ട് എന്താണ് ആ പ്രശ്നം, എന്താണ് ആ വർക്ക് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയേണ്ടത് ഇവിടെയാണ്, നമുക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ 1, ട്രാൻസാക്ഷൻ 2, അവിടെ നിന്ന് അപ്ഡേറ്റ് ക്ലയൻറ്റ് മാസ്റ്റർ സെറ്റ് സാലറി 500 ക്ലയൻറ്റ് നമ്പർ C2 കണ്ട. ഇതെന്താണ്, ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നോക്ക് C1 C2 യൂസ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ C2 C1 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ assume that transaction and transaction 2 begins exactly at the same time, but default Oracle automatically places exclusive lock on data that is being updated. This causes transaction 1 to wait for transaction 2 complete it. അതാണ് രണ്ടാളും കാത്തു നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ട്രാൻസാക്ഷൻ 1 ആയിരിക്കും ട്രാൻസാക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്തിട്ട്, ട്രാൻസാക്ഷൻ 2 എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്തിട്ട് എന്നുള്ളത് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്നിട്ട് ഒറാക്കിൾ എഞ്ചിൻ എന്ത് ചെയ്യും, അതിനെ സോൾവ് ചെയ്തിട്ട് അതിനെന്താണോ വർക്ക്, ഫസ്റ്റ് ആരാണോ ട്രാൻസാക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ 2 കംപ്ലീറ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് എന്ത് ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് അഡ്വൈസറി ലോക്കിംഗ്. Advisory locking is a cooperative locking scheme where the participating process need to follow obey locking protocol. Advisory locking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് അതായത് ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ഓപ്പറേഷൻ PLS ഡാറ്റാബേസ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലോക്ക് സിസ്റ്റം യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് ലോക്കിംഗ് പ്രോട്ടോക്കോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇതാണ് എന്ത് അഡ്വൈസറി locking എന്ന് പറഞ്ഞാൽ. As long as the processor follow the locking protocol API and respects its return value, the underlying API takes care that file logging semantics work directly. അപ്പോൾ അഡ്വൈസറി ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എന്തായാലും ലോക്സ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം, ഒരു പ്രത്യേക ഇതിൽ ഒരു ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോക്കിംഗ് പ്രോട്ടോക്കോൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ലോക്ക് എന്നുള്ളൊരു ലോക്കിംഗ് സ്കീം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ആ ഫോളോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെൽപ്ഫുള്ളായ കാര്യങ്ങളാണ് എന്തിലുള്ളത്, അഡ്വൈസറി ലോക്കിങ്ങിലുള്ളത്. അപ്പോൾ ഇത്രയുള്ള ലോക്കിങ് ഇത്രയുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഫസ്റ്റ് വണ് ലോക്സ് എന്താണെന്ന് പറഞ്ഞു. ലോക്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ മെക്കാനിസം ദാറ്റ് പ്രിവെൻറ്റ്സ് ഡിസ്ട്രക്റ്റീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ടു സൈമിൾട്ടേനിയസ് ട്രാൻസാക്ഷൻ ഓർ സെഷൻസ് ട്രൈയിങ് ടു ആക്സസ് ദ സെയിം ഡാറ്റാബേസ് ഒബ്ജക്റ്റ്. ലോക്ക് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡാറ്റാബേസ് ഒബ്ജക്റ്റ്, രണ്ട് വ്യക്തികൾ ഒരു ഡാറ്റാബേസ് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നെങ്കിൽ അന്നേരം വരുന്ന പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് ലോക്ക് എന്നുള്ള മെക്കാനിസം. അപ്പോൾ ലോക്ക് രണ്ട് ടൈപ്പിൽ ലോക്ക് ഉണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ് ലോക്കിംഗ്, രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ്. ഇംപ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൾ ചെയ്യുക, എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി കോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് ലോക്സ് ഉണ്ട്. ഒന്ന് ഷെയർഡ് ലോക്കും, രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ലോക്കും. എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്താണ് ഷെയർ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ നടത്തുമ്പോൾ കണ്ടക്ട് ചെയ്യുന്ന ലോക്സാണ് എന്ത് ഷെയർഡ് ലോക്സും. എക്സ്ക്ലൂസീവ് ലോക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓപ്പറേഷൻസ്, അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ലോക്സാണ് എന്ത് എക്സ്ക്ലൂസീവ് ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് ലെവൽ ഓഫ് ലോക്സ്. മൂന്ന് ലെവൽ ഓഫ് ലോക്സ് ഉണ്ട്. ഒന്ന് റോ ലെവൽ, രണ്ടാമത് പേജ് ലെവൽ, മൂന്നാമത് ടേബിൾ ലെവൽ. റോ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഒരു കംപ്ലീറ്റ് റോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ്. പിന്നെ പേജ് ലെവൽ എന്ന് പറഞ്ഞാൽ വേർ ക്ലോസ് സാറ്റിസ്ഫൈ ചെയ്ത് ഒരു സെറ്റ് ഓഫ് ഡാറ്റനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പേജ് ലെവൽ. ടേബിൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ക്ലോസ് വേണമെന്നില്ല, ഒരു മൊത്തം എൻ്റയർ ടേബിളിനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ടേബിൾ ലെവൽ ലോക്കിങ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഡെഡ് ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇപ്പോൾ ഒരു രണ്ട് ട്രാൻസാക്ഷൻ ഒരേ ഒബ്ജക്റ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ ആക്സസ് ചെയ്യുന്നുണ്ടാവും, രണ്ടാമത്തെ ട്രാൻസാക്ഷനും ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ രണ്ടാളും ഒറ്റ ടൈമിൽ എന്തുണ്ടാവും, ആ ട്രാൻസാക്ഷൻ ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ വിചാരിക്കും സെക്കൻഡ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നു, സെക്കൻഡ് ട്രാൻസാക്ഷൻ വിചാരിക്കും ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനാണ് ഡെഡ് ലോക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും, SQL എഞ്ചിൻ എന്ത് ചെയ്യും ഈ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ ഫൗണ്ട് ചെയ്തിട്ട്
അതിനെന്താണോ വേണ്ടത്, രണ്ടും റിലീസ് ചെയ്യിപ്പിച്ചിട്ട് ആരെങ്കിലും ഒരാൾ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതാണ് എന്ത് ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞത്. പിന്നെ പറയുന്നത് അഡ്വൈസറി ലോക്കാണ്. അഡ്വൈസറി ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസറി ലോക്കിംഗ് ഈസ് എ കോപ്പറേറ്റീവ് ലോക്കിംഗ് സ്കീം വേർ ദ പാർട്ടിസിപ്പേറ്റിംഗ് പ്രോസസ് നീഡ് ടു ഫോളോ ഒബേ ലോക്കിംഗ് പ്രോട്ടോകോൾ. അതായത് നമ്മൾ ലോക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒബേ ചെയ്യേണ്ട ഒരുപാട് ലോക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. അത് യൂസേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് അഡ്വൈസറി ലോക്കിംഗ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ലോക്കിംഗ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ടൈപ്പ് ഓഫ് ലോക്കിംഗ് ഉണ്ട്. ഒന്ന് ഇംപ്ലിസിറ്റ് ലോക്കിങ്ങും രണ്ടാമത്തത് എക്സ്പ്ലിസിറ്റ് ലോക്കിങ്ങും. ഇംപ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ലോക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സ്പ്ലിസിറ്റ് ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുള്ളൂ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്നത് ദിസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ലോക്കിംഗ് ഡൺ ഓൺ എ ഡാറ്റാബേസ് ബൈ ദി യൂസർ അക്കോർഡിംഗ് ടു ദെയർ ഗ്രാൻഡഡ് ടേബിൾ പ്രിവിലേജസ്. അതായത് ഈ എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ലോക്കിംഗ് ആയിരിക്കും എന്ത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറയുന്നത്. Such type of locking overrides the implicit locking. Explicit locking can be done by using one of the following ways. അതായത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് നമുക്ക് ഈ താഴെ പറഞ്ഞുള്ള 2 രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ലോക്കിംഗ് ആണ്. അത് യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോക്കാണ് എന്ത് എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. 2 മെത്തേഡിലൂടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ സെലക്ട് ഫോർ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 2 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യല് എക്സ്പ്ലിസിറ്റ് ലോക്കിങ് കണ്ടക്ട് ചെയ്യൽ. അപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ഫോർ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം വേർ കണ്ടീഷൻ ഫോർ അപ്ഡേറ്റ് നോ വെയിറ്റ്. ഇത് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇതാണ്. അത് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് വേർ സിറ്റി ഡൽഹി ഫോർ അപ്ഡേറ്റ്. അപ്പോൾ ഇതിൽ എന്താ അബവ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഡൽഹി എന്നുള്ള എല്ലാ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ടാബിലായിരിക്കും. അതിൽ ഡൽഹി സിറ്റി ഉണ്ടെങ്കിൽ എല്ലാ ഡാറ്റാസും എന്ത് ചെയ്യും സെലക്ട് ചെയ്യും. അതാണ് ഇപ്പോൾ മേലത്തെ കൊറി പറഞ്ഞിട്ടുള്ളത്. വെൻ ദ എബവ് സെലക്ട് സ്റ്റേറ്റ്മെന്റ് ഇസ് എക്സിക്യൂട്ടഡ് ദ ഒറാക്കിൾ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ലോക്സ് ദ റെക്കോർഡ് വിത്ത് സിറ്റി ആസ് ഡൽഹി ആൻഡ് ദിസ് ലോക്സ് ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വെൻ ദ ക്ലയൻറ്റ് വിൽ എക്സിക്യൂട്ട് കമ്മിറ്റ് ഓർ റോൾ ബാക്ക് കമാൻഡ്. അതായത് ഇപ്പോൾ ഈ നമ്മളിങ്ങനെ ഫോർ അപ്ഡേറ്റ് ചെയ്താൽ കൊടുത്തു സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലൈറ്റ് ഡീറ്റെയിൽ വേർ സിറ്റി ഡൽഹി ഫോർ അപ്ഡേറ്റ്, അങ്ങനെ ഇട്ട് കൊടുത്ത് അത് ലോക്കിംഗ് ആണ് ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് ലോക്കിംഗ് ചെയ്യുന്ന മെത്തേഡാണ് ഫോർ അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുക കഴിഞ്ഞാൽ ഈ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ടാബിളിൽ സിറ്റി ഡൽഹി ഉള്ളതൊക്കെ എന്ത് ചെയ്യും സ്റ്റോർ ചെയ്തിട്ട് ഒരു ടാബിളാക്കും. ആ ടാബിളിൽ എന്ത് ചെയ്യും ലോക്ക് ചെയ്യും. പിന്നെ ആ ക്ലൈൻറ്റ് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ കമ്മിറ്റ് അല്ലെങ്കിൽ റോൾ ബാക്ക് എന്നുള്ള ഇതിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഈ ആ ലോക്ക് ചെയ്തത് റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ടാബിളിൽ ഡൽഹി എന്നുള്ള എന്ത് ചെയ്യും എല്ലാം കോപ്പി ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും ആ ഡൽഹിയിൽ നിന്നുള്ളത് എന്ത് ചെയ്യും ലോക്ക് ചെയ്ത് വെക്കും. ആ വരുന്ന ഡാറ്റാസൊക്കെ എന്ത് ചെയ്യും ലോക്ക് ചെയ്ത് വെക്കും. ആ ലോക്ക് റിലീസ് ആക്കണമെങ്കിൽ ആ ക്ലൈൻറ്റ് ആരാണോ ലോക്ക് ചെയ്ത് ആ ക്ലൈൻറ്റ് എന്ത് ചെയ്യണം എക്സിക്യൂട്ട് കമ്മിറ്റ് അല്ലെങ്കിൽ റോൾ ബാക്ക് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. ഈ 2 ഏതെങ്കിലും ഒരു കമാൻഡ് കൊടുത്താൽ കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ ലോക്ക് എന്ത് ചെയ്യുള്ളൂ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ലോക്ക് അതുവരെ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞതെന്ന് വെച്ചാൽ സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലൈറ്റ് ഡീറ്റെയിൽ വേർ സിറ്റി ഡൽഹി ഫോർ അപ്ഡേറ്റ്. Now the client executes the select command and say record has been already locked by the. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇപ്പോൾ പ്രാവശ്യം ചെയ്തതായതുകൊണ്ട് അത് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. Now the client executes the select statement for the same record that has been already locked by the Oracle engine for client X. ഓൾറെഡി ക്ലൈൻറ്റ് എക്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താണ് അത് ലോക്ക് ചെയ്തൊരു ഒരു ഡാറ്റയാണ്. സോ ഇൻ ദിസ് കേസ് ദ ക്ലൈൻറ്റ് ഒന്നില്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ വേറൊരു വേറൊരാളാണ് ചെയ്തത്, രണ്ടാമത്തെ ഇത് വേറൊരാളാണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റത്തെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ രണ്ടാമത്തെ ആൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും. പക്ഷേ എന്ത് ചെയ്യണം ആ വർക്ക് ചെയ്ത ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്ത ക്ലൈൻറ്റ് എപ്പോഴാണോ ലോക്ക് റിലീസ് ചെയ്യുന്നത്, അതായത് കമ്മിറ്റ് റോൾ ബാക്ക് എന്നുള്ള 2 ഫംഗ്ഷൻ ഉണ്ട്.
അപ്പോൾ കമ്മിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൺ എന്ന് കാണിക്കും. റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൻ്റെ ആ സ്റ്റെപ്പിൻ്റെ ചെയ്ത സ്റ്റെപ്പ് എന്താണ് അതിൻ്റെ ബാക്കിലോട്ട് എന്ത് വരും. അതാണ് എന്ത് റോൾ ബാക്കും കമ്മിറ്റും. അത് പിന്നീട് പഠിക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലാഗ്. അപ്പോൾ ഇത് ഓൾറെഡി ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് സ്റ്റാർ ഫ്രം എന്നുള്ളത് ഒരു ക്ലയൻറ്റ് എക്സ് ചെയ്താന്ന് വിചാരിക്കുക. രണ്ടാമത്തെ സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലൈറ്റ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റ് വൈ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ചെയ്തത് ക്ലയൻറ്റ് എക്സ് എന്ത് ചെയ്യും, ആ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. എവിടം വരെ ആ ക്ലയൻറ്റ് കമ്മിറ്റ് അല്ലെങ്കിൽ റോൾ ബാക്ക് എന്നുള്ള കമാൻഡിനെ കോൾ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, ആ ഡാറ്റ വന്ന ഡാറ്റ എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ വേറൊരു ക്ലയൻറ്റ് വൈ എന്നുള്ള ക്ലയൻറ്റിനെ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, കിട്ടൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ് ക്ലയൻറ്റ് എക്സ് എന്താണ് ലോക്കാക്കി വെച്ചിരിക്കണം. അപ്പോൾ ക്ലയൻറ്റ് വൈക്ക് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ക്ലയൻറ്റ് എക്സ് ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, റോൾ ബാക്ക് ചെയ്യണം. അത് കമ്മിറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, ആ സെഷൻ കഴിഞ്ഞ് ലോക്ക് റിലീസ് ചെയ്യാനാണ് പറയുന്നത് കമ്മിറ്റ് എന്നുള്ളത്. റോൾ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെഷൻ വേണ്ട, അതിന് മുന്നത്തുള്ളതായിട്ട് തിരിച്ചു വരാനാണ് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്ലയൻറ്റ് വൈക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം, ക്ലയൻറ്റ് എക്സ് എന്ത് ചെയ്യണം, അതിനെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യും, വേറൊരു ട്രാൻസാക്ഷൻ അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞ് സെലക്ട് സ്റ്റാർ ഫ്രം ഫ്ലൈറ്റ് ഡീറ്റെയിൽ സിറ്റി ഡെല്ലി ഫോർ അപ്ഡേറ്റ് നോ വെയിറ്റ് ടു ഓവർകം ദ അൺനെസസറി വെയിറ്റിംഗ് ടൈം നോ വെയിറ്റ് ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഫോം ദ ഒറാക്കിൾ എൻജിൻ ദാറ്റ് ദ റെക്കോർഡ് ഹാസ് ഓൾറെഡി ബീൻ ലോക്ക്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടെർമിനേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ്. അപ്പോൾ നോ വെയിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ അപ്ഡേറ്റ് വരുള്ളതാണ്. അപ്പോൾ ക്ലയൻറ്റ് വൈ ആണ് ചെയ്യണമെങ്കിൽ ഫോർ അപ്ഡേറ്റ് എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റ് എക്സ് റിലീസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോ വെയിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സെലക്ട് എക്സ് റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് ചെയ്യും, കമ്പൽസറി ആയിട്ട് തന്നെ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് വൈനെ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. വൈൻ്റെ എന്താണുള്ളത്, വൈൻ്റെ ആ ട്രാൻസാക്ഷൻ നടത്തി കൊടുക്കും. അതാണെന്ത് ഫോർ അപ്ഡേറ്റ് നോ വെയിറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിറ്റ് ചെയ്ത് നിൽക്കില്ല, ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും, ക്ലയൻറ്റ് എക്സിൻ്റെ ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് ക്ലയൻറ്റ് വൈക്കുള്ളത് ആക്സസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതാണ് എന്ത് ലോക്കിൻ്റെ ഒരു എക്സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പ്ലിസിറ്റാണ് പറഞ്ഞത്. ഫസ്റ്റ് വണ് സെലക്ട് ഫോർ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തെ ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ജസ്റ്റ് നോക്കാം നമ്മൾ എന്താണ് ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ ഓൾസോ എക്വയർ ലോക്ക് ഓൺ എ ടേബിൾ ബൈ എക്സിക്യൂട്ടിംഗ് ദ ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നേരത്തെ നമ്മൾ സെലക്റ്റിലും ഒക്കെയാണ് യൂസ് ചെയ്തതെങ്കിൽ ലോക്ക് എന്നുള്ളത് ഒരു ടൈപ്പ് ഓഫ് കമാൻഡ് തന്നെയാണ് ഇതിലുള്ളത്, PLSQലുള്ളത്. അതിന് സിൻടാക്സ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് ടേബിൾ നെയിം ഇൻ ലോക്ക് മോഡ് വെയിറ്റ് ഓർ നോ വെയിറ്റ്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് ഒരു എക്സ്പ്ലിസിറ്റ് ലോക്ക് മെത്തേഡ് എന്ത് ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് സിൻടാക്സ് ഉണ്ട്. എന്താണ് ഫസ്റ്റ് എന്താണ് ലോക്ക് ടേബിളിൻ്റെ പേരെന്താണോ, ഇൻ ലോക്ക് മോഡ്, ഏത് മോഡിലാണോ, വെയിറ്റ് ഓർ നോ വെയിറ്റ് എന്നുള്ളതാണ്. കുറച്ച് മോഡ് പറയുന്നുണ്ട്, താഴെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ അപ്പോൾ മനസ്സിലായി. ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ടേബിളിനെ ലോക്ക് ചെയ്യാൻ രണ്ട് രീതിയിലാണ് പറയുന്നത്. ഒന്ന് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. എക്സ്പ്ലിസിറ്റ് തന്നെ എന്ത് ചെയ്യുക, രണ്ട് രീതിയിൽ എന്ത് ചെയ്യുക, നമുക്ക് ലോക്ക് ചെയ്യുക. ഫസ്റ്റ് വൺ സെലക്ട് ഫോർ അപ്ഡേറ്റ് എന്നുള്ളത്, രണ്ടാമത്തത് ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് പ്രോപ്പർ സിൻടാക്സ് ഉണ്ട്. അതിനാണ് ലോക്ക് ടേബിൾ ലൈൻ ഇൻ ലോക്ക് മോഡ് വെയിറ്റ് ഓർ നോ വെയിറ്റ്. അപ്പോൾ മോഡ് എന്താണെന്നുള്ളതാണ് ഇനി ഓരോന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എക്സ്ക്ലൂസീവ് അലൗ ദ ക്വറീസ് ഓൺ ദ ലോക്ക്ഡ് ടേബിൾ. ലോക്ക്ഡ് ആയ ടേബിൾ ആണെങ്കിൽ എന്ത് ക്വറീസ് എന്ത് ചെയ്യും, അലൗ ചെയ്യും. രണ്ടാമത് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൗ ക്വറീസ് ബട്ട് റെസ്ട്രിക്ട്സ് അപ്ഡേറ്റ് ഓൺ എ ടേബിൾ. അതായത് ക്വറീസ് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും, പക്ഷെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല. റോ എക്സ്ക്ലൂസീവ്, അടുത്ത മോഡാണ് എന്ത് റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അലൗ കൺകറന്റ് ആക്സസ് ഓൺ ടു ദ ടേബിൾ ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ് but restricts from locking table in exclusive or share mode. Allow concurrent access to the table by multiple users but restrict from locking table in exclusive or share mode.
അതായത് രണ്ട് എന്ത് യൂസേഴ്സ് മൾട്ടിപ്പിൾ യൂസേഴ്സിന് എന്ത് ചെയ്യും, അലൗ ചെയ്യും. പക്ഷെ എന്താണ്, ആ ടാബിളിൽ ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനുള്ളത് എന്ത് ചെയ്യും, അതിനെ ലോക്ക് ചെയ്യാനും അതേപോലെ ഷെയർ മോഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായ? എന്താ എക്സ്ക്ലൂസീവ് ഓ ഷെയർ മോഡ് അലോ കൺകറന്റ് ആക്സസ് ടു മൾട്ടിപ്പിൾ ബൈ. അതാണ് റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സിനെ അലോ ചെയ്യും. പക്ഷെ എന്താണ്, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താണ്, ലോക്കൽ ടേബിളിൽ ജസ്റ്റ് എന്ത് ചെയ്യും, കൊറീസ് ചെയ്യും. എന്തെങ്കിലും കൊറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. അതാണ് എന്ത് റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഷെയർ റോ എക്സ്ക്ലൂസീവ്. Allow to view the entire table records but restricting locking the table in share mode and also restrict update on a table. അതായത് നമ്മൾ ഷെയർ റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ്റെ ടേബിളിൽ എന്ത് ചെയ്യുക, കാണാൻ പറ്റും. അല്ലെ ടു വ്യൂ ദ എൻ്റയർ ടേബിൾ റെക്കോർഡ്സ്, ബട്ട് എല്ലാ റെക്കോർഡ്സും കാണാൻ പറ്റും. ബട്ട് എന്താണ്, ഷെയർ മോഡ് എന്തായിരിക്കും, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ എന്താണ്, അപ്ഡേറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എന്ത് ഷെയർ റോ എക്സ്ക്ലൂസീവ്. ഇപ്പോൾ ലോക്ക് ടേബിൾ സ്റ്റുഡൻറ്റ് ഇൻ ലോക്ക് മോഡ് ഷെയർ റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റുഡൻസിനുള്ള ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലെന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കൊറീസൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്ത് ചെയ്യില്ല, അപ്ഡേറ്റും ചെയ്യാൻ പറ്റില്ല. ഇതാണ് എന്ത് ഷെയർ റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ. അടുത്തത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഒറാക്കിൾ എൻജിൻ വിൽ വെയിറ്റ് ടിൽ ദ റിസോഴ്സ് ഇസ് ഫ്രീലി അവൈലബിൾ. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ വല്ല ക്ലയൻറ്റ് ആ ആക്സസിന് ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ നോ വെയിറ്റ് ഞാൻ പറഞ്ഞത് എന്തെന്ന്, വെയിറ്റ് ചെയ്യില്ല, അപ്പം തന്നെ ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇതൊന്നും വെയിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അതവിടെ വെയിറ്റ് ചെയ്യും. ആ ട്രാൻസാക്ഷൻ എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അത് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അടുത്തത് നോ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഒറാക്കിൾ എൻജിൻ വിൽ നോട്ട് വെയിറ്റ് ഫോർ റിസോഴ്സ് ബി അവൈലബിൾ ബട്ട് വുഡ് റാദർ ഡിസ്പ്ലേയിങ് ദ മെസ്സേജ് ടു ദ യൂസർ ദാറ്റ് റിസോഴ്സ് ഇസ് ബിസി. അതായത് ഇൻഡിക്കേറ്റ്സ് ദ ഒറാക്കിൾ എൻജിൻ വിൽ നോട്ട് വെയിറ്റ് ഫോർ റിസോഴ്സ് ടു, അതായത് റിസോഴ്സസ് വേറൊരാൾ യൂസ് ചെയ്യുന്ന റിസോഴ്സ് അവൈലബിൾ ആവണ വരെ എന്ത് ചെയ്യില്ല, കാണിക്കില്ല. പക്ഷേ ബട്ട് വുഡ് റാദർ ഡിസ്പ്ലേ ദ മെസ്സേജ് ടു ദ യൂസർ ദാറ്റ് റിസോഴ്സ് ഈസ് ബിസി എന്നുള്ള, അതായത് എന്ത് ചെയ്യും, നോ വെയിറ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അന്നേരം എന്ത് ചെയ്യും, റിസോഴ്സ് ബിസി എന്നുള്ളൊരു മെസ്സേജ് യൂസറിന് പാസ് ചെയ്യും. അപ്പോൾ ഇതാണ് ലോക്ക് ടാബിൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലോക്ക് എക്സ്പ്ലിസിറ്റ് ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ലോക്ക് ടേബിൾ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിന് സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ടേബിൾ നെയിം ഇൻ ലോക്ക് മോഡ് ഏത് മോഡിലാണ്, വെയിറ്റ് ഇൻ മോഡ് ഏതെങ്കിലും വെയിറ്റ്. ഇപ്പോൾ താഴെ ഒരുപാട് മോഡ് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ കൊറീസും ഒരു ലോക്കൽ ടേബിൾ എല്ലാ കൊറീസും എന്ത് ചെയ്യാൻ പറ്റും. ഷെയർ എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള എല്ലാ കൊറീസും ചെയ്യാൻ പറ്റും. റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺകറൻറ്റ് ആക്സസ് ടു ദ ടേബിൾ ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ് ബട്ടർ, അതായത് ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് എന്ത് ചെയ്യാം, അതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്ഡേറ്റും അതുപോലെ എക്സ്ക്ലൂസീവ് ഓർ ഷെയർ മോഡ് ആയിരിക്കും എന്ത് ഉണ്ടാവില്ല. ഷെയർ റോ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ അലൗ ടു വ്യൂ ദ എൻ്റയർ ടേബിൾ റെക്കോർഡ്സ് ബട്ട് റെസ്ട്രിക്റ്റിംഗ് ലോക്കിംഗ് ദ ടേബിൾസ് ഇൻ ഷെയർ മോഡ് ആൻഡ് ഓൾസോ റെസ്ട്രിക്റ്റ് അപ്ഡേറ്റ് ഓൺ ദ ടേബിൾ. അപ്ഡേറ്റ് നടക്കില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ റിസോഴ്സ് വേറെ ആൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീരുന്ന വരെ എന്ത് ചെയ്യും, ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നോ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യാൻ കാത്തു നിൽക്കില്ല, അതിന് മുമ്പ് എന്ത് ചെയ്യും, റിസോഴ്സസ് ബിസി എന്നിട്ട് യൂസറിനൊരു മെസ്സേജ് പാസ് ചെയ്യും. അപ്പോൾ ലോക്സ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണേ. അപ്പോൾ ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും റിസോഴ്സസ് നമുക്ക് നമ്മളെ ആവശ്യത്തിന് വേണ്ടി പർപ്പസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ അതിൽ ഇപ്പോൾ ഒരു കോളേജിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻസാണ് ബേസ് ഡാറ്റ. അവിടെ എന്തുണ്ട്, ഓഫീസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അതിലെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ലോക്ക് റിലീസ് ചെയ്യുള്ളൂ. അതേപോലെ ഓഫീസിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ലോക്ക് ചെയ്ത് വെക്കും. ആ ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ മാറ്റങ്ങളും വരുത്തിയതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ആ ലോക്ക് എന്ത് ചെയ്യുള്ളൂ, റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ ടീച്ചർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓഫീസിൽ നിന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റില്ല, ടീച്ചേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എന്ത് ലോക്കിൻ്റെ
അതായത് ഡാറ്റ കൺകറൻസി, അതായത് ഇൻറ്റിഗ്രിറ്റിയും കൺകറൻസിയും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് എന്ത്, ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടീച്ചർ വിചാരിക്കും ഓഫീസിൽ യൂസ് ചെയ്യേണ്ടതെന്ന്, ഓഫീസിൽ വിചാരിക്കും ടീച്ചേഴ്സ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എന്ത്, ഡെഡ് ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് എന്ത് ലോക്കിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേഴ്സർ. കേഴ്സർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വേർഡിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ബ്ലിങ്ക് ആവുന്ന ഒരു സ്ലാഷ് ഇല്ലേ, അതിനാണ് എന്ത് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേഴ്സേഴ്സ് ആണ്. കേഴ്സേഴ്സ് പറഞ്ഞാൽ ദ കേഴ്സേഴ്സ് ഇൻ PL/SQL ക്രിയേറ്റ്സ് എ മെമ്മറി ഏരിയ നോൺ ആസ് ദ കോണ്ടെക്സ്റ്റ് ഏരിയ for processing an SQL statement which contains all the information needed for the processing statements, for example the number of rows considered etc. കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിൾ 10 റോ ഉണ്ട് വിചാരിക്കുക. ആ 10 റോനെയും അതായത് സിഗ്നിഫൈ ചെയ്യണത് കേഴ്സർ ആയിരിക്കും. ഇപ്പോൾ കേഴ്സർ നമ്മൾ പറയണം ഫസ്റ്റത്തെ റോയിലോട്ട് പോകുന്ന പറഞ്ഞാൽ കേഴ്സർ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ഓപ്പറേഷൻ നടത്തും. അതുപോലെ കേഴ്സർ രണ്ടാമത്തെ റോയിലോട്ട് പോകുന്ന പറഞ്ഞാൽ കേഴ്സർ രണ്ടാമത്തെ റോയിലോട്ട് അവിടെ ഓപ്പറേഷൻ നടക്കും. ഇതാണ് എന്ത് കേഴ്സർ എന്നുള്ളത്. ഒരു കോണ്ടെക്സ്റ്റ് ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ വർക്ക് ചെയ്യാൻ ഏരിയയിൽ മെൻഷൻ ചെയ്യാൻ ഇന്ന കോളം ഇന്ന റോ എന്നുള്ളത് മെൻഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് എന്ത്, കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ മൊത്തം എത്ര റോ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ഒക്കെ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ 5000 എല്ലാവരും 2000 വെച്ച് അടച്ചെന്ന് വിചാരിക്കും. അപ്പോൾ 7000. അപ്പോൾ 5000 ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യും, 5000 മാത്രമുള്ള മൊത്തം എന്ത് ചെയ്യും, മൊത്തം ഒരു ബൾക്കായിട്ട് ഒരു സ്ഥലത്ത് കൂടെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, എന്നിട്ടാണ് എന്ത് ചെയ്യൽ, അതിനെ 7000 മാറ്റില്ല അല്ലേ. അപ്പം 5000 മൊത്തമുള്ള ഒരു 200 കുട്ടികൾ പഠിക്കുന്ന കോളേജിൽ 5000 ഫീസ് അടച്ച ആൾക്കാരെ മാത്രം എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. എന്നിട്ട് അവർ പ്ലസ് 2000 ഫീസ് അടക്കണമെങ്കിൽ എന്ത് ചെയ്യും, ആ 2000 ചെയ്യും. അപ്പോൾ ഈ 5000 ഫീസ് അടച്ച ആൾക്കാരെ കൊടുന്ന് മൊത്തം വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് പറഞ്ഞ പേരാണ് കോണ്ടെക്സ്റ്റ് ഏരിയ. അതായത് വർക്കിംഗ് ഏരിയ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏരിയ, അതിനാണ് കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റ് ഏരിയയിൽ ഓരോന്നും സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാനാണ് എന്ത്, കേഴ്സർ എന്ന് പറയുന്നത്. സാധാരണ ഒന്നുമില്ല, കേഴ്സർ ഏത് റോയിലാണ് നിൽക്കുന്നത് ആ റോയിൽ എന്തായിരിക്കും ഇതില്ല. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് പറയേണ്ടത് കേഴ്സർ ഇസ് എ പോയിന്റർ ടു ദിസ് കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പോയിന്ററാണ്. പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, കേഴ്സർ എന്ന് പറഞ്ഞാൽ. PL/SQL കൺട്രോൾ ദ കോണ്ടെക്സ്റ്റ് ഏരിയ ത്രൂ എ കേഴ്സർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഏരിയനെ കൺട്രോൾ മൊത്തം ചെയ്യൽ ആരായിരിക്കും, കേഴ്സർ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. കേഴ്സർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുമ്പോൾ തന്നെ ഇതിപ്പോൾ നമ്മൾ വേർഡിൽ അങ്ങനെ ഒരു എൻ്റർ അടിച്ചാൽ കേഴ്സർ താഴെ വരും, വീണ്ടും എൻ്റർ അടിച്ചാൽ അതിൻ്റെ താഴെ വരും. അതേപോലെ തന്നെ ആ കോണ്ടെക്സ്റ്റ് ഏരിയൻ്റെ എല്ലാ വർക്കിംഗ് കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും ഉണ്ടാവുക, കേഴ്സറിൻ്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. A cursor hold the row returns by SQL statement. The set of the rows the cursor hold is referred to the active set. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ സാലറി ഈക്വൽ ടു 5000 അപ്ഡേറ്റ് 7000 അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞു തന്നെയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ആ കേഴ്സർ എന്ത് ചെയ്യും, എല്ലാ സെലക്ട് സ്റ്റാർ അല്ലേ, ആ വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റോസിനും എന്ത് ചെയ്യും, കേഴ്സർ എന്ത് ചെയ്യും, ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഇതിന് ടോട്ടൽ എന്ത് ചെയ്യും, ടോട്ടൽ ദ സെറ്റ് ഓഫ് റോസ് ദ കേഴ്സർ ഹോൾഡ്സ് റിഫർ ടു ആക്റ്റീവ് സെറ്റ്. അപ്പോൾ ആ ഹോൾഡ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് എന്ത്, ആക്റ്റീവ് സെറ്റ്. അതായത് എ കേഴ്സർ ഹോൾഡ്സ് ദ റോസ് റിട്ടേൺഡ് ബൈ SQL സ്റ്റേറ്റ്മെൻറ്റ്. എ കേഴ്സർ ഹോൾഡ്സ് ദ റോസ് റിട്ടേൺ ബൈ SQL സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു നമ്മൾ കോണ്ടെക്സ്റ്റ് ഏരിയ എന്താ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവില്ല. അതായത് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിന് പറഞ്ഞ പേരാണ് എന്ത്, ഒരു മെമ്മറി ഏരിയനെ പറഞ്ഞ പേരാണ് എന്ത്, കോണ്ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. ആ കോണ്ടെക്സ്റ്റ് ഏരിയൻ്റെ കൺട്രോൾ മൊത്തം ആരുടെ കയ്യിലായിരിക്കും, കേഴ്സറിൻ്റെ കയ്യിലായിരിക്കും. കേഴ്സർ എന്ത് ചെയ്യും, ആ ഒരു ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന എല്ലാ റോസും എന്ത് ചെയ്യും, കേഴ്സർ ഹോൾഡ് ചെയ്ത് വെക്കും. ആ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അതിന് പറഞ്ഞ പേരാണ് എന്ത്, ആക്റ്റീവ് സെറ്റ്. അതായത് വേർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന
റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ എന്ത് ആക്റ്റീവ്, കാരണം ആക്റ്റീവ് അല്ല നടക്കുന്നത്, വേറെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിന് പറഞ്ഞ പേര് എന്താണ് ആക്റ്റീവ് സെറ്റ് എന്നാണ്. എ കേഴ്സർ ഇസ് എ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു എ റിസൾട്ട്സ് ഓഫ് എ ക്വറി. കേഴ്സറിന്റെ ഫീച്ചേഴ്സ് ഇതാ പറയുന്നത്. കേഴ്സർ ഇസ് എ പോയിന്റർ ദാറ്റ് പോയിന്റ്സ് ടു എ റിസൾട്ട് ഓഫ് എ ക്വറി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തെന്ന്, കേഴ്സർ എന്താണ് ആ കോണ്ടെക്സ്റ്റ് ഏരിയയിൽ മൊത്തം കൺട്രോൾ. അപ്പോൾ കേഴ്സർ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് വേർ ഡിപ്പാർട്ട്മെന്റ് ഈക്വൽ ബി സി എ. അത് ബി സി എയിലുള്ള മാത്രം എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് വരും. ബി സി എ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പഠിക്കുന്ന പിള്ളേർ വരും. ആ പിള്ളേർ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതിലേക്ക് എന്തുണ്ടാവുക, ഫസ്റ്റത്തെ വാല്യൂ വരില്ല, അതിലേക്ക് എന്ത് ചെയ്യുക, കേഴ്സർ ഉണ്ടാവില്ല. രണ്ടാമത്തെ വാല്യൂയിലൂടെ കേഴ്സറിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കേഴ്സറിന്റെ ഫംഗ്ഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റിലോട്ട് പോവാം. വീണ്ടും നെക്സ്റ്റിലോട്ട് പോകണമെങ്കിൽ അങ്ങനെ താഴോട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് എന്ത് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് കേഴ്സേഴ്സ്, ഒന്ന് ഇംപ്ലിസിറ്റ് കേഴ്സേഴ്സും രണ്ട് എക്സ്പ്ലിസിറ്റ് കേഴ്സേഴ്സും. ലോക്ക് പറഞ്ഞ പോലത്തെ തന്നെയാണ് എന്ത്, രണ്ട് ടൈപ്പാണല്ലോ, ഒന്ന് ഇംപ്ലിസിറ്റ് കേഴ്സേഴ്സും രണ്ട് എക്സ്പ്ലിസിറ്റ് കേഴ്സേഴ്സും. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ നെയിം കേഴ്സസ് സോ ഇറ്റ് കുഡ് ബി റിഫേർഡ് ഇൻ എ പ്രോഗ്രാം ടു ഫെച്ച് പ്രൊസസ്സർ. അതായത് നമ്മൾ ആ കോണ്ടെക്സ്റ്റ് ഏരിയയിൽ വർക്കിംഗ് കൺട്രോൾ മൊത്തം കേഴ്സറിനാണ്. അപ്പോൾ കേഴ്സറിന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നെയിം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിഫർ ചെയ്യാം. അപ്പോൾ അതാണ് പറഞ്ഞത്. രണ്ട് ടൈപ്പ് ഓഫ് കേഴ്സറുള്ള, ഒന്ന് ഇംപ്ലിസിറ്റ് കേഴ്സറും രണ്ടാമത് എക്സ്പ്ലിസിറ്റ് കേഴ്സറും. Implicit cursors are automatically whenever an SQL statement is executed when there is an explicit cursor for statement. അതായത് ഇംപ്ലിസിറ്റ് കേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു SQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിൽ സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഇതാണല്ലോ, ഒരു SQL സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരു SQL സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സർ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നൊരു കേഴ്സറാണ് എന്ത്, ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഇംപ്ലിസിറ്റ് കേഴ്സറിന് എന്തായാലും പ്രോഗ്രാമറിന് എന്തുണ്ടാവില്ല, അതിൻ്റെ മേലെ ഒരു കൺട്രോളും അതിൻ്റെ ഡാറ്റാസും ഒന്നും കിട്ടില്ല. കാരണം ഇംപ്ലിസിറ്റ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയ ഒരു കേഴ്സറാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഏത് SQL സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് ആദ്യം വരല്, ഞാൻ നേരത്തെ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ഏരിയയിലേക്ക് ആദ്യം ഔട്ട്പുട്ട് വരല്. ആ ഔട്ട്പുട്ട് അവിടുന്ന് കൺട്രോൾ ചെയ്യും. പക്ഷെ എന്താ ഇംപ്ലിസിറ്റ് കേഴ്സർ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യില്ല, അതിൻ്റെ മേലെ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു കൺട്രോളും ഉണ്ടാവില്ല. ആ ഇംപ്ലിസിറ്റ് കേഴ്സർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻഫോർമേഷനും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ SQL സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ SQL എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്ന ഒരു കേഴ്സറാണ് എന്ത്, ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. whenever a DML statement insert update delete is issued, an implicit cursor is associated with this statement. അതായത് നമ്മൾ ഏതെങ്കിലും ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് DML സ്റ്റേറ്റ്മെന്റ്സ് ഇൻസേർട്ടോ അപ്ഡേറ്റോ ഡിലീറ്റോ ഏത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ആ സ്റ്റേറ്റ്മെന്റിന്റെ കൂടെ ഒരു ഇംപ്ലിസിറ്റ് കേഴ്സർ ഉണ്ടാവും. ഫോർ ഇൻസേർട്ട് ഓപ്പറേഷൻ ദ കേഴ്സർ ഹോൾഡ് ദ ഡാറ്റ ദാറ്റ് നീഡ്സ് ബി ഇൻസേർട്ട് ആണെങ്കിൽ നേരെ എന്ത് ചെയ്യും, 4 വാല്യൂ ഇൻസേർട്ട് ചെയ്ത് അഞ്ചാമത്തെ കേഴ്സർ ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ത് ചെയ്യും, നേരെ വന്നിട്ട് അഞ്ചാമത്തെ പോയിന്റ് ചെയ്യും. അപ്പോൾ പിന്നെ വരുന്ന ഇൻപുട്ട് അത് അഞ്ചാമത്തെ പൊസിഷനിലോട്ടേക്ക് എന്ത് ചെയ്യല്, ആഡ് ചെയ്യല്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കേഴ്സർ നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കും. പിന്നെ വരുന്ന വാല്യൂ എന്ത് ചെയ്യും, 6ാമത്തെ ഫീൽഡ് ഇതിലേക്കും ഇതാകില്ല. അപ്പോൾ അതാണ് എന്ത് ഇംപ്ലിസിറ്റ് കേഴ്സറിന്റെ വർക്ക്. ഇപ്പം ഇൻസേർട്ടിലാണെങ്കിൽ ഓരോന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യും, നെക്സ്റ്റുള്ള ഇത് കാണിച്ചെടുക്കും. അപ്ഡേറ്റും ഡിലീറ്റും ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ ആ കേഴ്സർ വന്നിട്ട് എന്ത് ചെയ്യും, ആ റോനെ ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് എന്താണ് അതിലുള്ള മാറ്റം, ആ മാറ്റം എന്ത് ചെയ്യും, വരുത്തും. ഇപ്പം നമ്മൾ കൊടുക്കേണ്ടാവും സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ നെയിം ഈക്വൽ ടു ഇർഷാദ്. അപ്പോൾ ഇർഷാദ് എന്നുള്ള കേഴ്സർ ആദ്യം നോക്കും, ഇർഷാദ് എന്നുള്ളത് ഉണ്ടോ നോക്കും. അപ്പോൾ ഫസ്റ്റത് ഒന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ വാല്യൂ പാസ് ചെയ്യും. രണ്ടാമത് വന്നത് നോക്കും. പക്ഷെ ഇതൊന്നും ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞാൽ ടോട്ടലി എന്താണ്, യൂസറിൻ്റെ കൺട്രോളല്ല, അത് മൊത്തം SQL എഞ്ചിൻ കൺട്രോൾ ചെയ്യുന്നതാണ് എന്ത്, ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. In PLSQL, you can refer to most recent implicit cursors used as the SQL cursors, which always has attributes such as found, is open, not found, row count. അപ്പോൾ ഈ ഇംപ്ലിസിറ്റ് കേഴ്സറിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് ആ ഇംപ്ലിസിറ്റ് കേഴ്സർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത് എന്തെന്ന്, ഒന്ന് പെർസെൻറ്റേജ് മോഡുലസ് ഫൗണ്ട്, മോഡുലസ് ഇസ് ഓപ്പൺ, മോഡുലസ് നോട്ട് ഫൗണ്ട്, മോഡുലസ് റോ കൗണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ആ ഓൾറെഡി ഉണ്ടെങ്കിൽ ട്രൂ ചെയ്യും. ഈ ഓപ്പൺ ആണെങ്കിൽ ആ ടാബിൾ ഓപ്പൺ ആണെങ്കിൽ എന്ത് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അന്നേരം നോക്കാം. അപ്പോൾ ഈ ഇംപ്ലിസിറ്റ് കേഴ്സറിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടില്ല. പക്ഷെ ജസ്റ്റ് ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇംപ്ലിസിറ്റ് കേഴ്സസിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇംപ്ലിസിറ്റ് കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു ഇതാണ് എന്ത് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ കേഴ്സർ എന്താണ്, പ്രോഗ്രാമറിന് ആ കേഴ്സറുമായിട്ടൊരു കൺട്രോൾ ഉണ്ടാവില്ല. അതുപോലെ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കൂടുതൽ ഇൻഫോർമേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, ഈ കേഴ്സറിൻ്റെ ഉപയോഗം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും SQL ഓപ്പറേഷൻസ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാറ്റ നേരെ വന്നിട്ട് കോണ്ടെക്സ്റ്റ് ഏരിയ എന്നുള്ള സ്ഥലത്തായിരിക്കും വരില്ല. ആ കോണ്ടെക്സ്റ്റ് ഏരിയയിൽ ഓരോന്ന് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേഴ്സർ എന്നുള്ളൊരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ ഞാൻ ഇംപ്ലിസിറ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു ടേബിൾ ഇങ്ങനെയാണ്, ഒരു ടേബിൾ ഓൾറെഡി ഉള്ളൊരു ടേബിളാണ്. രമേശ് 32 അങ്ങനെ ടേബിളുണ്ട്. അപ്പോൾ ഈ ടേബിൾ ഓൾറെഡി ഉള്ളൊരു ടേബിളാണ്. അപ്പോൾ ഇനി അടുത്ത ഇംപ്ലിസിറ്റ് കേഴ്സറിൻ്റെ യൂസ് കാണിക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ റോ കൗണ്ട് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മൊത്തം എത്ര ഉണ്ടോ ആ കൗണ്ട് കാണിക്കും, അതാണ്. അപ്പോൾ ഡിക്ലെയർ ടോട്ടൽ റോസ് നമ്പർ, ടോട്ടൽ റോസ് എന്നൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ തുടങ്ങി അപ്ഡേറ്റ് എന്താണ്, ഒരു SQL കമാൻഡാണ്. അപ്ഡേറ്റ് കസ്റ്റമേഴ്സ് ടേബിൾ സെറ്റ് സാലറി ഈക്വൽ ടു സാലറി പ്ലസ് 500. എല്ലാവരും സാലറിൻ്റെ കൂടെ എന്ത് ചെയ്യണം, 500 വെച്ചിട്ട് എന്ത് ചെയ്യണം, കൂട്ടണം. എന്നിട്ട് നമ്മൾ പറയണം ഇഫ് SQL നോട്ട് ഫൗണ്ട്, അതായത് SQL നോട്ട് ഫൗണ്ട് എന്നുള്ള ഒരു ഫീച്ചർ, ഒരു ട്രൂ വാല്യൂ ഉണ്ടെങ്കിൽ ട്രൂ കൊടുക്കും, ഇല്ലെങ്കിൽ ഫോൾസ് കൊടുക്കും. അങ്ങനെ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, നോ കസ്റ്റമർ സെലക്റ്റഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ SQL ഫൗണ്ട് ആണെങ്കിൽ എന്താ, ടോട്ടൽ റോസ് ഈക്വൽ ടു SQL റോ കൗണ്ട്. SQL റോ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഫീച്ചറാണ്, മൊത്തം എത്ര റോ ഉണ്ട് എന്നുള്ളത് പാസ് ചെയ്യും. അപ്പോൾ DBMS ഡോട്ട് ഔട്ട്പുട്ടിൽ ടോട്ടൽ റോസ് ഈക്വൽ ടു കസ്റ്റമർ സെലക്റ്റഡ്. ഇങ്ങനെ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, ഇങ്ങനെ ഇരിക്കും. അതാ 6 കസ്റ്റമേഴ്സ് സെലക്റ്റഡ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് എന്താണ്, 6 കസ്റ്റമേഴ്സാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, കസ്റ്റമർ എന്നുള്ള ടാബ് എടുക്കും, അതിൽ സാലറി എന്താക്കും, സാലറി പ്ലസ് 500 ആക്കും, സാലറിൻ്റെ വാല്യൂ പ്ലസ് 500 ആക്കും. എന്നിട്ട് നമ്മൾ പറയണ SQL നോട്ട് ഫൗണ്ട്, അതായത് നോട്ട് ഫൗണ്ട്, ഈ മോഡുലസ് നോട്ട് ഫൗണ്ട് എന്നുള്ളത് എന്താണ്, കേഴ്സറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ SQL നോട്ട് ഫൗണ്ട് എന്നാക്കി കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ല എന്ന് അറിയും. ഇല്ലെങ്കിൽ നോ കസ്റ്റമർ സെലക്ട്, ഫോൾസ് ആണ് വരുന്നതെങ്കിൽ നോ കസ്റ്റമർ സെലക്റ്റഡ് എന്ന് കാണിക്കും. SQL ഫൗണ്ട് ആണെങ്കിൽ ആ ടോട്ടൽ റോസുള്ള വേരിയബിളിലോട്ട് എന്ത് ചെയ്യും, SQL മോഡുലസ് റോ കൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര റോസ് ഉണ്ടോ ആ റോസിന് എന്ത് ചെയ്യും, അതിൻ്റെ കൗണ്ട് പാസ് ചെയ്യും. അപ്പോൾ ടോട്ടൽ 6 വരും. അപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരൽ, 6 കസ്റ്റമർ സെലക്റ്റഡ് ഇത് കണ്ടത്, സോറി ഞാൻ ഇതൊക്കെ കണ്ട. അപ്പോൾ ഇങ്ങനെയാണ് വരൽ, ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നത് 6 കസ്റ്റമർ സെലക്റ്റഡ്. എന്നിട്ട് പിന്നത്തെ വീണ്ടും ആ നമ്മളിതിന് മുമ്പ് ചെയ്ത് തന്നെ ഒക്കെ എന്താണ് 2500. ഫസ്റ്റത്തെ നോക്കി നോക്കൂ, എത്ര 2000 ആയിരുന്നു. ഇവിടെ നോക്ക് 2500 വെച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തമുള്ളതിൽ 500 വെച്ച് കൂടിയിട്ട് ടോട്ടൽ നമ്പർ നമുക്ക് തന്നു. അപ്പോൾ ഇതാണ് എന്ത് കേഴ്സർ എന്ന് പറഞ്ഞാൽ. അതായത് കോണ്ടെക്സ്റ്റ് ഏരിയയിൽ എല്ലാ വർക്കിങ്ങും നടക്കൽ ഇത് വെച്ചിട്ടാണ്, കേഴ്സർ വെച്ചിട്ടാണ്. അപ്പോൾ ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാമറിന് ഒരു ഇതും ഉണ്ടാവില്ല, കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് തരും. പിന്നെ അതിൻ്റെ ടോട്ടൽ കൺട്രോൾ ആയിരിക്കും SQL എൻജിനായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പറയണത് എന്തൊക്കെയാണ് നോട്ട് ഫൗണ്ട് എന്തൊക്കെയാണെന്ന് പറയുന്നത്. നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ട്രൂ ഇഫ് ആൻ ഇൻസേർട്ട് അപ്ഡേറ്റ് ഓർ ഡിലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഫക്റ്റഡ് 1 or more റോസ്. അതായത് ഒരു ഇൻസേർട്ട് അപ്ഡേറ്റ് ഡിലീറ്റ് ഏതെങ്കിലും റോസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും, അത് ട്രൂ പാസ് ചെയ്യും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഫോൾസ് പാസ് ചെയ്യും. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഫക്റ്റ് 1 or more റോസ് സെലക്ട് ഇൻറ്റു സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ 1 or more റോസ്. അത് സെലക്ട് അല്ലെങ്കിൽ ഇൻസേർട്ട് ഏതെങ്കിലും റോസിന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രൂ പാസ് ചെയ്യും, ഇല്ലെങ്കിൽ ഫോൾസ് പാസ് ചെയ്യും. നോട്ടാണെങ്കിൽ ലോജിക്കൽ ഓപ്പോസിറ്റ് ഓഫ് ഫൗണ്ട്, അതായത് ഫൗണ്ടിന് നേരെ ഓപ്പോസിറ്റാണ് എന്ത്, നോട്ട് ഫൗണ്ട്. ഇറ്റ് റിട്ടേൺസ് ട്രൂ ഇഫ് ആൻ ഇൻസേർട്ട് അപ്ഡേറ്റ് എഫക്റ്റഡ് നോ റോസ്. അതായത് നമ്മൾ ഇൻസേർട്ടും അപ്ഡേറ്റും ഡിലീറ്റും ഒരു റോസിനും ബാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ട്രൂ പാസ് ചെയ്യും. ബാധിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും,
false pass ചെയ്യും. is open always return false for implicit cursors because oracle closes cursor automatically after executing is associated SQL statements. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഓപ്പൺ എന്നുള്ള എപ്പോഴും ഇംപ്ലിസിറ്റ് കേഴ്സർ ഇസ് ഓപ്പൺ എപ്പോഴും എന്തായിരിക്കും ക്ലോസ് തന്നെ ആയിരിക്കും, ഫോൾസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇംപ്ലിസിറ്റ് കേഴ്സർ നമ്മൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേഴ്സറാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യും, അത് ക്ലോസ് ആക്കും. അതിൻ്റെ ആ SQLൻ്റെ എഞ്ചിനെ ഓട്ടോമാറ്റിക് എന്താകും, ക്ലോസ് ആക്കും. അപ്പോൾ ഈ ഓപ്പൺ എന്നുള്ള എപ്പോഴും എന്തായിരിക്കും, ഇംപ്ലിസിറ്റ് കേഴ്സർ ആണെങ്കിൽ ഈ ഓപ്പൺ എന്നുള്ള എപ്പോഴും എന്തായിരിക്കും, ഫോൾസ് ആയിരിക്കും. അടുത്ത റോ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ എത്ര റോസിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് റോ കൗണ്ട് എന്നുള്ളത്. ഒരു എക്സാമ്പിൾ ഇതിന് മുമ്പ് കാണിച്ചതെന്നാണ്, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകുന്നത് എക്സ്പ്ലിസിറ്റ് കേഴ്സർ. എന്താണ് ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്നുള്ളത്? അപ്പോൾ എക്സ്പ്ലിസിറ്റ് കേഴ്സർ നമ്മൾ നേരത്തെ നോക്കിയത് ഇംപ്ലിസിറ്റ് കേഴ്സറാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് കേഴ്സേഴ്സ് ആർ പ്രോഗ്രാമർ ഡിഫൈൻഡ് കേഴ്സേഴ്സ് ഫോർ ഗെയിനിങ് മോർ കൺട്രോൾസ് ഓവർ ദ കോണ്ടെക്സ്റ്റ് ഏരിയ. എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമർ ഡിഫൈൻഡ്, അതായത് ഒരു പ്രോഗ്രാമർ ഉണ്ടാക്കുന്ന ഒരു കേഴ്സറാണ് എന്ത്, എക്സ്പ്ലിസിറ്റ് കേഴ്സർ. അപ്പോൾ കേഴ്സറിന് ഉപയോഗം ഞാൻ നേരത്തെ പറയുന്നത് കോണ്ടെക്സ്റ്റ് ഏരിയയിൽ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കേഴ്സർ ഉണ്ടാക്കണം. അപ്പോൾ ഒരു പ്രോഗ്രാമറിന് കോണ്ടെക്സ്റ്റ് ഏരിയയിൽ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് എന്ത്, എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് എക്സ്പ്ലിസിറ്റ് കേഴ്സർ ഷുഡ് ബി ഡിഫൈൻഡ് ഇൻ ദ ഡിക്ലറേഷൻ സെക്ഷൻ ഓഫ് ദ PL/SQL ബ്ലോക്ക്. അപ്പോൾ SQL എന്ന് പറഞ്ഞാൽ ഡിഫൈൻ സെക്ഷനിൽ എന്ത് ചെയ്യണം, ഡിക്ലറേഷൻ സെക്ഷനിൽ എന്ത് ചെയ്യണം, ആ കേഴ്സറിനെ ഡിഫൈൻ ചെയ്യണം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഓൺ സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് റിട്ടേൺസ് മോർ ദാൻ 1 റോ. അതായത് എന്തെങ്കിലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അതിന് സിൻറ്റാക്സ് കൊടുത്തിട്ടുണ്ട്. കേഴ്സർ നെയിം ഈസ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതൊക്കെ ഇതാണ് അതിൻ്റെ സിൻറ്റാക്സ്. കേഴ്സർ നെയിം, കേഴ്സർ എന്നുള്ള കീവേഡാണ്. നമ്മൾ ഒരു കേഴ്സറിൻ്റെ പേര് കൊടുക്കുന്നതാണ്. കേഴ്സർ നെയിം ഈസ് എന്നുള്ളത് ഒരു ഓപ്പറേറ്ററാണ്. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്, അവിടെ നമ്മൾ എന്തായിരിക്കും നമ്മൾ എന്താണോ എന്ത് ടൈപ്പ് ഓഫ് SQL സ്റ്റേറ്റ്മെൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് അവിടെ കൊടുക്കുക. അതാണ് സിൻറ്റാക്സ് എന്ന് പറഞ്ഞത്. എക്സ്പ്ലിസിറ്റ് കേഴ്സർ 4 സ്റ്റെപ്പിലാണ് എന്ത് ചെയ്യണത്, വർക്ക് ചെയ്യണത്. ഫസ്റ്റ് വണ് ഡിക്ലെയറിങ്, അതായത് ഡിക്ലെയർ ചെയ്യുക. പിന്നെ ആ കേഴ്സർ ഓപ്പൺ ചെയ്യുക. മൂന്നാമത്തത് എന്ത് ചെയ്യുക, ഫെച്ച് ചെയ്യുക. അതായത് എന്തെങ്കിലും ഓപ്പറേഷൻസൊക്കെ ചേഞ്ചസൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അത് ഫെച്ച് ചെയ്തെടുക്കുക. നാലാമത്തത് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ 4 സ്റ്റെപ്സാണ് എന്തുള്ളത്, ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സറിനുള്ളത്. ഫസ്റ്റ് വൺ ഡിക്ലെയർ ചെയ്യുക. അതെവിടെ ആവണം, ഡിക്ലറേഷൻ സെക്ഷനിലാവണം. അപ്പോൾ ഡിക്ലെയറിങ് ദ കേഴ്സർ ഓഫ് ഇനീഷ്യലൈസിങ് ദ മെമ്മറി, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് ഓപ്പണിംഗ് ദ കേഴ്സർ ഓഫ് അലോക്കേറ്റിംഗ് മെമ്മറി. മൂന്നാമത് ഫെച്ചിങ് ദ കേഴ്സർ ഫോർ റിട്രൈവിങ് ദ ഡാറ്റ. നാലാമത് ക്ലോസിങ് ദ കേഴ്സർ ടു റിലീസ് ദ അലോക്കേറ്റഡ് മെമ്മറി. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ ഇനി ഓരോന്നും ഡിസ്ക്രൈബ് ചെയ്യുക, എങ്ങനെയാണ് ഡിക്ലെയറിങ് ദ കേഴ്സർ എങ്ങനെയാണെന്നുള്ളത്. ഡിക്ലെയറിങ് ദ കേഴ്സർ എങ്ങനെയാണുള്ളത് നോക്കാം. ഫസ്റ്റ് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയറിങ് ദ കേഴ്സർ ഡിഫൈൻസ് ദ കേഴ്സർ വിത്ത് ദ നെയിം അസോസിയേറ്റഡ് വിത്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യണതാണ് എന്ത്, ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിന് സിൻറ്റാക്സ് ഉണ്ട്. കേഴ്സർ നെയിം ഈസ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് കേഴ്സർ സി കസ്റ്റമേഴ്സ്, അതാണ് എന്ത് കേഴ്സറിൻ്റെ പേര്. ഈസ് സെലക്ട് ID നെയിം അഡ്രസ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ ഒരു കേഴ്സറിനോട് ഒരു കോണ്ടാക്ട് ഏരിയയിൽ ഒരു കേഴ്സറിനോട് ക്രിയേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് എന്താണ്, സെലക്ട് ഐഡിയും നെയിമും കസ്റ്റമേഴ്സ് എന്നുള്ള ടാബിളിൽ നിന്ന് ഐഡിയും നെയിമും അഡ്രസ്സും മാത്രം എന്ത് ചെയ്യും, എടുത്തിട്ട് ആ കോണ്ടാക്ട് ഏരിയയിൽ കൊടുത്ത് നോക്കും. അപ്പോൾ എന്താണ്, പ്രോപ്പർ പ്രോഗ്രാമറിന് അതിൽ 3 മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ആ 3 കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. കേഴ്സർ കസ്റ്റമേഴ്സ് എന്നുള്ള എന്താ, കസ്റ്റമറിൻ്റെ പേര് ഈസ് സെലക്ട് കമാൻഡ്. അപ്പോൾ ഏതൊക്കെ ഡാറ്റാസാണ് വരേണ്ടത് എന്നുള്ള ഒരു കോണ്ടാക്ട് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം അല്ലേ. അപ്പോൾ കോണ്ടാക്ട് ഏരിയയിലേക്ക് ഏതൊക്കെ ഡാറ്റാസാണ് വരേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുക്കുന്നത്. രണ്ടാമത് ഓപ്പണിംഗ് ദ കേഴ്സർ, കേഴ്സറിനെ എങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പണിംഗ് ദ കേഴ്സർ അലോക്കേറ്റ്സ് ദ മെമ്മറി ഫോർ ദ കേഴ്സർ ആൻഡ് മേക്സ് ഇറ്റ്സ് റെഡി ഫോർ ഫെച്ചിങ് ദ റോ റിട്ടേൺ ബൈ ദ SQL സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ടു ഇറ്റ്. അതായത് ഫസ്റ്റത്തെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെന്ന്, ഡിക്ലെയറിങ്ങിൽ മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യും. ഓപ്പണിങ്ങിൽ എന്താണ്,
ആ ഇനീഷ്യലൈസ് ചെയ്ത മെമ്മറി എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. ഓരോന്നിനും ഓരോ മെമ്മറി എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ കേഴ്സർ നെയിമാണ്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഓപ്പൺ സി കസ്റ്റമർ. അപ്പോൾ ഓപ്പൺ സി കസ്റ്റമർ നമ്മളിവിടെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സി കസ്റ്റമർ എന്താണ്, അതിലെന്തൊക്കെ ഉണ്ടാവുക, നെയിമും അഡ്രസ്സും ഐഡിയും ഉണ്ടാവും. അപ്പോൾ ഓപ്പൺ സി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ആ കേഴ്സറിന് എന്ത് ചെയ്യും, ആ കോണ്ടാക്ട് ഷെയറിന് ഓപ്പൺ ചെയ്യും. അതിൽ എന്തൊക്കെ ഉണ്ടാവും, കസ്റ്റമർ എന്നുള്ള ടാബിൽ നിന്ന് ഐ ഡി ഉണ്ടാവും, നെയിം ഉണ്ടാവും, അതുപോലെ അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ ഇതാണ് എന്ത്, ഫസ്റ്റത്തെ ഡിക്ലെയറിങ് ദ കേഴ്സർ, രണ്ടാമത്തെ ഓപ്പണിംഗ് ദ കേഴ്സർ. നെക്സ്റ്റ് വൺ ഈസ് ഫെച്ചിങ് ദ കേഴ്സർ. ഫെച്ചിങ് ദ കേഴ്സർ ഇൻവോൾവ്സ് ആക്സസിങ് വൺ റോ അറ്റ് എ ടൈം. ഫെച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു റോനെ ഒരു സമയത്ത് ഒരു റോയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2-3 ഇതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 2 പ്രാവശ്യം എന്ത് ചെയ്യണം, ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിന് സിൻറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെച്ച് കേഴ്സർ നെയിം ഇൻ ടു വേരിയബിൾ ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഫെച്ച് CID, ഫോർ എക്സാമ്പിൾ വിൽ ഫെച്ച് റോസ് ഫ്രം ദ എബവ് ഓപ്പൺ കേഴ്സർ ആസ് ഫോളോവേഴ്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് CID, C നെയിം, C അഡ്രസ്സ്. അപ്പോൾ ഇതിലോട്ടൊക്കെ എന്ത് ചെയ്യും, ഡാറ്റാസ് എന്ത് ചെയ്യും, ഫെച്ച് ചെയ്ത് കൊണ്ടുവരും. പിന്നെ പറഞ്ഞാൽ ക്ലോസിങ് ദ കേഴ്സർ, ക്ലോസ് ചെയ്യാൻ. അതായത് നമ്മൾ ആ കോണ്ടാക്ട് ഏരിയയും ആ കേഴ്സറിൻ്റെയും ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, ആ കേഴ്സറിന് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ആ കേഴ്സറിന് ക്ലോസ് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കേഴ്സർ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഐഡിയും നെയിമും അഡ്രസ്സൊക്കെ ആണെങ്കിൽ അതിനൊക്കെ എന്താ ഒരു ഫിക്സഡ് സൈസ് ഉണ്ടാവും. അപ്പോൾ ആ സൈസൊക്കെ എന്ത് മെമ്മറി സൈസൊക്കെ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ക്ലോസ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അലോക്കേറ്റ് ചെയ്ത മെമ്മറി അവിടെ എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ മെമ്മറി അലോക്കേറ്റ് ചെയ്തത് ഫ്രീ അപ്പോൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യാണ്ട് ആ സെക്ഷൻ ആ ട്രാൻസാക്ഷൻ നമ്മളവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്ത കേഴ്സറിൻ്റെ മെമ്മറി അലോക്കേഷൻ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വരെ എന്ത് ചെയ്യും, നിലനിൽക്കും. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ്, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ് കേഴ്സർ നെയിം. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ക്ലോസ് സി കസ്റ്റമേഴ്സ്. നമ്മളിവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇതാണ് എന്ത്, കസ്റ്റമേഴ്സ്, സി കസ്റ്റമേഴ്സ്. അതിന് നമ്മൾ എന്ത് ചെയ്ത്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇനി പറയാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കിയാണ്, നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടാബിൾ എടുത്തിട്ടുള്ളത് ഒരു എക്സാമ്പിളായിട്ട്. അപ്പോൾ ഇത് നോക്കുക, അതിൽ ഐഡി ഉണ്ട്, നെയിമുണ്ട്, ഏജൻറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നമ്മൾ എന്ത് ചെയ്യണം പറയാനാണ്, ഡിക്ലെയർ CID കസ്റ്റമേഴ്സ്. എന്താണ് CID കസ്റ്റമേഴ്സ്, ID ടൈപ്പ്, C നെയിം കസ്റ്റമർ ഡോട്ട് നെയിം, C അഡ്രസ് കസ്റ്റമേഴ്സ്. അങ്ങനെ ഒരു ടാബിളിൽ നിന്നുള്ള കസ്റ്റമേഴ്സിൽ നിന്നുള്ള ടാബിളിൽ നിന്നുള്ള ഇതൊക്കെ എടുത്ത് വെച്ചു. CID, C നെയിം, C അഡ്രസ്സ് എന്നൊക്കെയുള്ള അടുത്ത അയച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കേഴ്സറിനെ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു കേഴ്സറിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു ഡിക്ലറേഷൻ സെക്ഷനിലാവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, അപ്പോൾ ഇത് നോക്ക്, CID കസ്റ്റമേഴ്സ്, ID ടൈപ്പ്. അപ്പോൾ CID എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അത് കസ്റ്റമേഴ്സ് എന്നുള്ള ടാബിളിൽ നിന്നാണ്. അതിൻ്റെ ഐഡിയ ആണ് അതിൻ്റെ അതേത് ടൈപ്പാണെന്നുള്ളത്. ഇപ്പോൾ നമ്പർ ആണെങ്കിൽ നമ്പർ പാസ് ചെയ്യും. അപ്പോൾ CID എന്നുള്ള പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അതിൽ കസ്റ്റമേഴ്സ് ഡോട്ട് ID എന്നുള്ള വാല്യൂസ് ആയിരിക്കും ഉണ്ടാവും, അതിൻ്റെ ടൈപ്പും. C നെയിം അതേപോലെ തന്നെയാണ്, അഡ്രസ്സും അതേപോലെ തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കേഴ്സർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കേഴ്സറിൻ്റെ ഫസ്റ്റ് പറഞ്ഞിരുന്നത്, കേഴ്സർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഡിക്ലറേഷൻ സെക്ഷനിൽ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കേഴ്സർ C കസ്റ്റമേഴ്സ് ഇസ് സെലക്ട് ID, നെയിം, അഡ്രസ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ഏരിയയിലോട്ട് കൊണ്ടുവരും. എന്നിട്ട് തുടങ്ങണം ഓപ്പൺ C കസ്റ്റമേഴ്സ്. നമ്മൾ എന്ത് ചെയ്താൽ C കസ്റ്റമേഴ്സ് എന്നുള്ള കേഴ്സർ ഓപ്പൺ ചെയ്തു. കേഴ്സർ ഓപ്പൺ ചെയ്യുക ഓട്ടോമാറ്റിക്കലി എന്താ, കോണ്ടാക്ട് ഏരിയനെ നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഒരു ലൂപ്പ് പറഞ്ഞു, ഫെച്ച് C കസ്റ്റമേഴ്സ് ഇൻ ടു CID, C നെയിം, C അഡ്രസ്സ്, എക്സിറ്റ് വെൻ C കസ്റ്റമേഴ്സ് നോട്ട് ഫൗണ്ട്. അപ്പോൾ ഇതാണ് പറഞ്ഞിട്ട് നോക്കണ്ട, ഫെച്ച് C കസ്റ്റമേഴ്സ് ഇൻ ടു അതിൻ്റെ C കസ്റ്റമേഴ്സിലുള്ള അതൊക്കെ എന്ത്, CIDക്കും C നെയിമിക്കും C അഡ്രസ്സിക്കും എന്ത് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു, ഫെച്ച് ചെയ്യാൻ പറഞ്ഞു. എക്സിറ്റ് വെൻ, അതായത് C കസ്റ്റമേഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ സൈസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നോട്ട് ഫൗണ്ട് ആയിരിക്കും കാണിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് എക്സിറ്റ് ആവും. അപ്പോൾ അത് കാണിക്കും CID, C നെയിം, C അഡ്രസ്സ് കാണിക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്തു, ആ കേഴ്സർ നമ്മൾ എന്ത് ചെയ്തു, ക്ലോസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കേഴ്സർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് ഓപ്പൺ ചെയ്തു. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് ഫെച്ച് ചെയ്തു. നാലാമത്തെ സ്റ്റെപ്പ് അത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സർ വർക്കാവില്ല. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. നോക്കുക, രമേശ്
അഹമ്മദാബാദ്. കാരണം നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളത്? ID, നെയിം, അഡ്രസ്സാണ് എടുത്തിട്ടുള്ളത് അല്ലേ. ഇവിടെ നോക്കുക, നമ്മൾ എന്തൊക്കെ എടുത്തിട്ടുള്ളത്? ID, നെയിം, അഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ട ID രമേശ് അഹമ്മദാബാദ്, 2 കിലാൻ ഡൽഹി, 3 കൗശിക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് നോക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആണ്, പക്ഷേ ഈസിയാണ് കാണാൻ, മനസ്സിലാക്കാൻ ഈസിയാണ്. ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും ഇടാം. ഇംപ്ലിസിറ്റ് കേഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് SQL എഞ്ചിൻ തന്നെ കോളപ്പ് ചെയ്യുന്നൊരു കേഴ്സറാണ് എന്ത് ഇംപ്ലിസിറ്റ് കേഴ്സർ. അതിൻ്റെ എല്ലാ പ്രിവിലേജും ആർക്കായിരിക്കും? എഞ്ചിൻ തന്നെ ആയിരിക്കും. അതിന് പ്രോഗ്രാമർക്ക് അല്ലെങ്കിൽ യൂസറിന് അതിനൊരു പ്രിവിലേജ് ഉണ്ടാവില്ല. ആ ഇംപ്ലിസിറ്റ് കേഴ്സർ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് പറഞ്ഞത്. ഈസ് ഓപ്പൺ, നോട്ട് ഫൗണ്ട്, ഫൗണ്ട്, അതുപോലെ വേറെ നോട്ട് ഫൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ എക്സാമ്പിളിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു എക്സ്പ്ലിസിറ്റ് കേഴ്സർ യൂസ് ചെയ്യണമെന്ന്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ആ എക്സ്പ്ലിസിറ്റ് കേഴ്സറിനെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? അതിനെ ഓപ്പൺ ചെയ്തു, എന്നിട്ട് അതിലോട്ട് എന്ത് ചെയ്തു? ഫെച്ച് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. 4 സ്റ്റെപ്പ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം ഈ രീതിയിലാണ് വരല്. അപ്പോൾ ഇനി അടുത്ത എക്സ്പ്ലിസിറ്റ് കോഴ്സ് ആട്രിബ്യൂട്ടാണ്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, ഒന്നുമില്ല. അതിനൊരു ഇതുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. കേഴ്സർ നെയിം, മോഡുലസ് ആട്രിബ്യൂട്ട്. ഇതാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ കേഴ്സർ നെയിം, ഇപ്പോൾ കസ്റ്റമേഴ്സ് മോഡുലസ് എന്താണ് ആട്രിബ്യൂട്ട്? അത് ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഇസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്? ഈസ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിസിറ്റ് കേഴ്സറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞിരുന്നു ഈസ് ഓപ്പൺ എപ്പോഴായിരിക്കും ഫോൾസ് ആകും. കാരണം ഇംപ്ലിസിറ്റ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി എഞ്ചിൻ ആ വർക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ക്ലോസ് ആയി പോകും. പക്ഷേ എക്സ്പ്ലിസിറ്റ് കേഴ്സറിൻ്റെ കേസിൽ ആ എന്ത് ചെയ്യുക? ട്രൂ ചെയ്യും. കാരണം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാണ്, നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ക്ലോസ് ആക്കണം. അപ്പോൾ ഈ ഓപ്പൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ഓപ്പൺ ആണെങ്കിൽ ട്രൂ ചെയ്യും, ക്ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫോൾസ് ചെയ്യും. ഫൗണ്ട് ആണെങ്കിൽ ദ ആട്രിബ്യൂട്ട് ഹാസ് 4 വാല്യൂ നൾ ബിഫോർ ദ ഫസ്റ്റ് ഫെച്ച്, ട്രൂ ഇഫ് എ റെക്കോർഡ് വാസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി. അതായത് ഫസ്റ്റ് വൺ നള്ള്, അതായത് ഫെച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തായിരിക്കും? ആ കേഴ്സർ ഇതാണോ നോക്കും, നള്ളാണോ നോക്കും. രണ്ടാമത്തത് ട്രൂ കൊടുക്കും. അതായത് ഒരു റെക്കോർഡ് സക്സസ്ഫുള്ളി ഫെച്ച്ഡ് ആയി കഴിഞ്ഞാൽ ട്രൂ കൊടുക്കും. ഫോൾസ് ആണെങ്കിൽ ഇഫ് നോ റോ റിട്ടേൺ, ഒരു റോ റിട്ടേൺ ഇല്ല. ഇൻവാലിഡ് കേഴ്സർ. പിന്നെ റോ കൗണ്ട് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് എത്ര റോസിൽ ഫെച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടോട്ടൽ നമ്പർ നമുക്ക് തരും. അതാണ് എന്ത്? റോ കൗണ്ട്. പിന്നെ നാലാമത്തെ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് നൾ ബിഫോർ ദ ഫസ്റ്റ് ഫെച്ച്, ഫോൾസ് ഇഫ് റെക്കോർഡ് വാസ് ഫെച്ച്ഡ് സക്സസ്ഫുള്ളി, ട്രൂ ഇഫ് നോ റിട്ടേൺ, ഇൻവാലിഡ് കേഴ്സർ, ദ കേഴ്സർ ഇസ് നോട്ട് ഓപ്പൺഡ്. ഇതിന് സെയിം തന്നെയാണ് നോട്ട് ഫൗണ്ടും ഫൗണ്ടും അതുപോലെ ഇസ് ഓപ്പണും റോ കൗണ്ട്. എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും സെയിം തന്നെയാണ്. വ്യത്യാസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ് ഓപ്പണിൽ എന്താണ്? ഓൾറെഡി അവിടെ ഡിഫോൾട്ടായിട്ട് എന്ത് ചെയ്യും? ഫോൾസ് ആയിരിക്കും ഉണ്ടാവില്ല. എക്സ്പ്ലിസിറ്റിൻ്റെ കേസ് വരുമ്പോൾ ഡിഫോൾട്ടായിട്ട് ട്രൂ ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ലൂപ്പിംഗ് ത്രൂ എ കേഴ്സർ. കേഴ്സർ വെച്ചിട്ട് എങ്ങനെ ലൂപ്പ് ചെയ്യാന്ന്. അപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം എക്സാമ്പിൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇവിടെ നോക്കി, ലൂപ്പ് വെച്ചിട്ട് എന്ത് ഫെച്ച് ചെയ്തു വേണ്ട, ആ വാല്യൂ ഇവിടെ എക്സിറ്റ്. ഇവിടെ നോട്ട് ഫൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യും? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? എക്സിറ്റ് ചെയ്യും. കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? ലൂപ്പിലോട്ട് തന്നെ പോകും, വീണ്ടും ഫെച്ച് ചെയ്യും, നോക്കും നോട്ട് ഫൗണ്ട് ആണോ അല്ലേ നോക്കും. ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും? പുറത്തോട്ട് വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് പോകും. അപ്പോൾ ഇങ്ങനെ നോക്കി ലാസ്റ്റ് എൻഡ് ലൂപ്പ്. അതാണ് ലൂപ്പിംഗ് ത്രൂ ഒരു കേഴ്സറിൽ നമുക്ക് വേണം എന്ത് ചെയ്യാം? ഒരു ലൂപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാം. ഇതാണ് ലൂപ്പിംഗ് ത്രൂ കേഴ്സർ. അതായത് ഒരു കേഴ്സറിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചും കൂടി എടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ മറ്റന്നാളായിട്ട് എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്യും. അപ്പോൾ എന്തായാലും നോക്കുക. എന്നിട്ട് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. താങ്ക് യു.